SB College 44-45 കോളേജുകളായി ഞാൻ ഈ വിളിയൊന്ന് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങള് ഇത്രയും കോളേജുകളിൽ കയറി ഇറങ്ങി ആനന്ദത്തിന്റെ പ്രൊമോഷൻസിനും റിലീസിന് മുമ്പ് റിലീസ് കഴിഞ്ഞിട്ടും ആദ്യമായിട്ട് ഇപ്പോഴാണ് നെഞ്ചിടിക്കുന്നു, കൈവിറയ്ക്കുന്നു, എന്ത് സംസാരിക്കണം എന്ന് മനസ്സിലാവുന്നില്ല. അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതില്ല. അത്രയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങളെ വിളിക്കാൻ വന്നതിന് ടോം, ബേസിൽ, താങ്ക്സ് എ ലോട്ട്. SB കോളേജിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്നത്തെ ഈ ചടങ്ങിൽ ഒതുങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ കോളേജിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ കോളേജുമായിട്ടുള്ള ചില പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്ത കണക്ഷൻസ് ഉണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു പൊന്നാര കസിൻ പഠിക്കുന്നുണ്ട്, ആൻഡ്രിയ എന്നാണ് പേര്. ഇവിടെ ഉണ്ടോ അവിടെ ചിന്നു? ഹലോ. 2, ഞാൻ ഈ സിനിമ അല്ലെങ്കിൽ നാടകം എന്നുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ള ഫീൽഡിലേക്ക് വന്ന് കയറിയപ്പോൾ മുതൽ എൻ്റെ അടുത്ത് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടും വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് സംസാരിച്ചിരുന്ന മുതിർന്നവരിൽ മെയിനായിട്ട് നിന്നിരുന്ന ഒരാൾ നിങ്ങളുടെ ഒരു പ്രൊഫസറാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, ജോസിപ്പ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. 2009 സ്കൂൾ വിട്ടിട്ട് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കയറി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് അത് നിർത്തി ഞാൻ BSc ഫിസിക്സ് പഠിക്കാൻ വേണ്ടി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോയി. അതുകൊണ്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫീല് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജീവിതം നല്ല രീതിയിൽ പഠിക്കാനും പറ്റി, കുറെയൊക്കെ അങ്ങോട്ട് പഠിപ്പിക്കാനും പറ്റി. അതൊക്കെ നടന്നതിന്റെ ഒരു ചെറിയ കാരണം നിങ്ങളുടെ ഇവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജേക്കബ് സാറാണ്. എന്നെ ഒരുപാട് ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. സാർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ആളെ കാണുന്നില്ല. എന്നെ ഒത്തിരി ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്സിന് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം പുള്ളിയായിരുന്നു. വേറൊരു ചെറിയ കാര്യം, എൻ്റെ അപ്പൻ നമ്മുടെ മുമ്പിലത്തെ തലമുറയിലുള്ള മറ്റ് ചങ്ങനാശ്ശേരിക്കാരെ എല്ലാം പോലെ കടലിൽ കടന്നു പോകുന്നതിന് മുമ്പും വലിയ ജോലികളിലേക്ക് കയറുന്നതിന് മുമ്പും എൻ്റെ അപ്പൻ പഠിച്ച കോളേജ് SB കോളേജ് തന്നെയാണ്. ഇനി ഇതൊന്നുമല്ലാതെ ഏറ്റവും വലിയ കാര്യം, ഈ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1973 SB കോളേജിന്റെ 50ാമത്തെ കൊല്ലത്തിൽ ഈ ഹാൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സംസാരിച്ചിരുന്നത് എൻ്റെ അച്ചാച്ചനാണ്. A. അഗസ്റ്റിൻ എന്നാണ് പേര്. 33 കൊല്ലം ഈ കോളേജിൽ പഠിപ്പിച്ചു. 1982 മാർച്ച് 30 വൈസ് പ്രിൻസിപ്പൽ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അന്ന് റിട്ടയർമെന്റ് പരിപാടിക്ക് സെൻഡ് ഓഫിൽ അച്ചായൻ സംസാരിച്ചതും ഈ സ്റ്റേജിലാണ്. ഇങ്ങോട്ട് എന്നെ വിളിച്ച് കയറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ അച്ചായൻ കാരണമാണ്. എനിക്ക് ആദ്യം കഥകൾ പറഞ്ഞു തന്നിട്ടുള്ള ആളാണ്. കഥ പറയുക എന്നുള്ള കലാരൂപത്തിനോട് ആദ്യം സ്നേഹം തോന്നിയത് അച്ചായൻ കാരണമാണ്. 4 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ചായൻ മരിച്ചുപോയി. അച്ചായൻ മരിച്ചുപോയി കഴിഞ്ഞ് കുറെ കാലം ഞാൻ കേട്ടിരുന്നത് എൻ്റെ അച്ചായന്റെ കഥകളും എൻ്റെ അച്ചായനെ പറ്റിയുള്ള കഥകളുമാണ്. ഞാൻ ഈ സിനിമകൾ 3 ആയിട്ടുള്ളൂ, അതാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത്. ഇത് കൂടാതെ ഒരു ചെറിയ 37 നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കമിട്ടതും അച്ചായനാണ്. SB കോളേജിന്റെ സ്റ്റേജിൽ വെച്ചാണ് അച്ചായൻ ആദ്യം ഒറ്റല്ലോ ഡയറക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മക്ബെത്ത്, അത് കഴിഞ്ഞ് മെർച്ചന്റ് ഓഫ് വെനീസ്, അത് കഴിഞ്ഞ് ശാകുന്തളം, ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ എൻ്റെ അച്ചായൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആർട്സ് ക്ലബിന്റെ സെൻട്രൽ കമ്മിറ്റി കൺവീനർ ആയിരുന്നു അച്ചായൻ. അങ്ങനെ ഒത്തിരി ആയിരുന്നു ആ മനുഷ്യൻ. ചങ്ങനാശ്ശേരിക്കാർക്ക് വലിയൊരാളാണ്. എൻ്റെ ലൈഫിലെ വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പം എൻ്റെ അച്ചായൻ പഠിപ്പിച്ച ഈ കോളേജിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയതിന് പിന്നെയും 1000 നന്ദി. ഇനി കുറച്ച് ആനന്ദത്തിനെ പറ്റി സംസാരിക്കാം. നിങ്ങളെ പറ്റിയിട്ടുള്ള സിനിമയാണ്. വളരെ ചെറിയൊരു സിനിമയായിരുന്നു. അതിനെ ഇത്രയും വലിയൊരു വിജയമാക്കിയത് നിങ്ങളെല്ലാവരും കൂടെയാണ്. ഞങ്ങൾ ഈ കോളേജുകളിൽ കയറി ഇറങ്ങിയപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവും കണിച്ചേട്ടാ, ഈ പിള്ളേരൊക്കെ പോയി സിനിമ കാണുമോ എന്ന് ഞങ്ങൾക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടവർക്ക് മനസ്സിലായി, കണ്ട സിനിമ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം 30 ദിവസം കഴിഞ്ഞ ആനന്ദത്തിൻ്റെത്. അപ്പോ ഇത്രയും അധികം സപ്പോർട്ടും ഇത്രയധികം സ്നേഹവും ഞങ്ങളുടെ ഈ ചെറിയ പടത്തിന് തന്നതിന് ഒരുപാട് നന്ദി. ആനന്ദ് കണ്ടിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കുറച്ച് പേരേ ഉള്ളൂ, കുഴപ്പമില്ല. ഉറപ്പായിട്ടും പോയി കാണണം. കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. പിന്നെ കാര്യം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സെറ്റ് ചെയ്തിട്ടുള്ള പടമാണെങ്കിലും സത്യമായിട്ടും കോളേജ്
കോളേജ് ലൈഫ് യൂത്തും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിൽ തന്നെ പഠിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതറിയാവുന്ന നമ്മള് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ അതറിയാതെ ഉണ്ടാക്കുന്ന സിനിമ എന്നുള്ള കാര്യത്തിനെ ക്ഷമിച്ച് അത് മറന്ന് ആനന്ദം പോയി കണ്ട് വിജയിപ്പിക്കുക. ഇനി ഒരു ചെറിയ കാര്യം കൂടെ, ഈ ഗണേശന്റെ സച്ചിയാണ് പലപ്പോഴും പറഞ്ഞില്ല SP കോളേജിൽ വരാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ അത്രയും തന്നെ എക്സൈറ്റഡ് ആയിരുന്നു ആനന്ദത്തിലെ വരുൺ, ഞങ്ങളുടെ എല്ലാവരുടെയും അരുൺ കുര്യൻ. അപ്പോ അവന് കയ്യടിയൊന്നും ഇല്ലേ? അവനും ഞാനും ഒക്കെ, അവൻ തിരുവല്ലയാണ് അവന്റെ വീട്. അപ്പൊ അവനും ഞാനും ഒക്കെ ആദ്യമായിട്ട് സിനിമകൾ കണ്ടത് ഈ ലാലേട്ടന്റെ സിനിമകൾ കണ്ട് സിനിമകളെ സ്നേഹിച്ച് വളർന്നതെല്ലാം നമ്മുടെ ഈ അനുവിലും അഭിനയിലും ഒക്കെയാണ്. അപ്പൊ അത് കാരണം അവന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരാൻ, അത് നടന്നില്ല. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ എഴുതി എന്റെ തന്നിട്ടുണ്ട്, ഞാനതൊന്ന് വായിച്ചോട്ടെ. അപ്പൊ മാക്സിമം അവൻ വായിക്കുന്ന പോലെ അല്ലെ അവൻ സംസാരിക്കുന്ന പോലെ പറയാൻ ഞാൻ ശ്രമിക്കാവേ. SP കോളേജിലെ സുന്ദരിമാരെ നമസ്കാരം. ഞാൻ അരുൺ, ആനന്ദത്തിലെ വരുൺ. വീട് തൊട്ടടുത്ത തിരുവല്ലയിലാണ്. ഞങ്ങള് കഴിഞ്ഞ മാസം പ്രൊമോഷന് വേണ്ടി ഒരു 42 കോളേജ് കയറി ഇറങ്ങി ഓളം വെച്ചു. പക്ഷേ ഈ പ്രൊമോഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് SP കോളേജിൽ വരണമെന്നായിരുന്നു. ഇത് ഭയങ്കര ഡ്രമാറ്റിക് ആണ് കേട്ടോ. പക്ഷേ എന്തോ നിർഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. എന്തായാലും ഞങ്ങളുടെ ചെറിയ പടം ആനന്ദം ധന്യ തിയേറ്ററിൽ ഒരൊറ്റ ഷോ ആയിട്ട് ഓടുന്നുണ്ട്. കാണാത്തവർ പോയി കാണണം. എന്നിട്ട് അതൊരു 4 ഷോ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഓടിക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ആനന്ദം കണ്ടവർക്ക് ഒത്തിരി താങ്ക്സ് ഫോർ ദ ലവ്. എന്തായാലും ഒരു ദിവസം നമുക്ക് കൂടണം എന്നാരും പറയുന്നു. സസ്നേഹം വരും. അപ്പൊ ഇതിന് ഞാൻ റിപ്ലൈ അയച്ചു. ഞാൻ പറയണ അടിപൊളി, താങ്ക് യു, ഞാനത് വായിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു മെസ്സേജ് വന്നു, ഞാനൊരു BCom സ്റ്റുഡന്റ് ആയിരുന്നു എന്നും കൂടെ അവിടെ നിന്ന് പറയാമോ. ഒരുപാട് നന്ദിയുണ്ട് മക്കളെ. ഈ കാണിക്കുന്ന സ്നേഹത്തിനും ഈ കിട്ടുന്ന കൈയടിക്കും ആദ്യമായിട്ട് കാവുകെട്ട് ഹോളിലേക്ക് വന്ന് നിൽക്കാൻ തന്ന ഈ ഓപ്പർച്യൂണിറ്റിക്കും താങ്ക്സ് എ ലോട്ട്. ആനന്ദത്തിനോട് കാണിച്ച സ്നേഹത്തിനും സപ്പോർട്ടിനും താങ്ക്സ് എ ലോട്ട്. ഇനി ആനന്ദമേ കാണാം.